ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. നമ്മൾ നാരായണീയം ദശകം 31 7-ാം ശ്ലോകം വരെ വായിച്ചു. അതിൽ വടുരൂപിയായ ഭഗവാൻ നാരായണൻ വളർന്നു പൊങ്ങി ബ്രഹ്മലോകം സത്യലോകം വരെ എത്തിയപ്പോൾ ബ്രഹ്മാവിൻ്റെ കമണ്ഡലുവിലെ ജലം ഗംഗാജലമായിരുന്നു. കാൽ കഴുകിച്ച ഗംഗാജല തീർത്ഥമാണ് ആകാശഗംഗയായി രൂപപ്പെട്ടത്. ആ തീർത്ഥമാകുന്ന ഗംഗാജലം സകല ലോകങ്ങൾക്കും പരിശുദ്ധിക്ക് കാരണമായി തീർന്നു. എന്നിട്ടോ ദേവലോകത്തുള്ള ദേവഗന്ധർവന്മാർ സിദ്ധാചാരണവരെല്ലാവരും സന്തോഷിച്ച് നൃത്തവാദ്യമേളങ്ങളോടെ ഭഗവാനെ സേവിച്ചു. ജാമ്പവാൻ ഈ വിജയോത്ഭവം പെരുമ്പറകൊട്ടി ലോകമെമ്പാടും അറിയിച്ചു. അതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചത്. നമുക്കിനി 8-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 8. താവത് ദൈത്യാസ്ത്വനുമതിം മൃദേ ഭർതൃ ആരബ്ധയുദ്ധ ദേവോപേതൈർഭവദനുചരേ സംഗതാഭംഗം ആപൻ കാലാത്മായം വസതി പുരതോ യത്വശാൽ പ്രാജ്ഞിതാസ്മാ കിം വോ യുദ്ധേർ ഇതി ബലിഗിരാതേധ പാതാളമാപൂ താവൽ ദൈത്യാസ്തനുമതിം ഹൃദേ ഭർതൃ ആരബ്ധയുദ്ധ ദേവോപേതർഭവദനുചരൈ സംഗതാഭംഗം ആപൻ കാലാത്മായം വസതി പുരതോ യത്വശാൽ പ്രാജ്ഞിതാസ്മാ കിം വോ യുദ്ധൈർ ഇതി ബലിഗിരാതേധ പാതാളമാപൂ. ഇവിടെ അസുരന്മാരറിയുന്നു ഭഗവാൻ വിഷ്ണുവാണ് വടുവേഷത്തിൽ വന്നതെന്നും തങ്ങളെ ചതിച്ചു ദേവകൾക്ക് രാജ്യം നേടിക്കൊടുത്തതെന്നും മനസ്സിലാക്കിയ അസുരന്മാർ സ്വാമിയായ ബലിയുടെ, അതായത് അവരുടെ സ്വാമിയാണല്ലോ, അസുരന്മാരുടെ രാജാവാണല്ലോ ഇവിടെ മഹാബലി, അതുകൊണ്ടാണ് സ്വാമി എന്ന് പറയുന്നത്. അങ്ങനെ അസുരന്മാർ മഹാബലിയുടെ സ്വാമിയായ ബലിയുടെ അനുവാദം കൂടാതെ തന്നെ ദേവന്മാരുടെ ഏറ്റു. മറ്റസുരന്മാരും എല്ലാവരും കൂടെ ദേവനോട് ഏറ്റു, കാരണം ചതിച്ചു എന്ന് കരുതി. ആ വിഷ്ണുവിനെ കൊല്ലാനാഞ്ഞു. അപ്പോൾ വിഷ്ണു കിങ്കരന്മാർ ഓടിയെടുത്തു. ഭഗവാനെ കൊല്ലാനായിട്ട് അവർ ആഞ്ഞു. അപ്പോൾ വിഷ്ണുവിൻ്റെ കിങ്കരന്മാർ ഓടി അടുത്തു അസുരരോട് മല്ലിട്ട് അവരെ തോൽപ്പിച്ചു. ദേവാസുര യുദ്ധമുണ്ടായി. ഇരുകൂട്ടരുമായിട്ട് വലിയ യുദ്ധമുണ്ടായി. എന്നാൽ കാലം അനുകൂലമല്ലാതിരുന്നതിനാലാണ് അസുരർക്ക് ദേവകളെയോ വിഷ്ണുവിനെയോ ഒന്നും ചെയ്യാനാകാത്തത്. കാരണം പലർക്കും പല സമയത്ത് പല ദോഷങ്ങളുണ്ടാവും. എന്ത് ചെയ്താലും നന്നാവത്തില്ലെന്നൊക്കെ നമ്മൾ പറയും. ചില സമയദോഷം എന്ന് പറയത്തില്ലേ, അതുപോലെ ഇവിടെ അസുരന്മാർക്ക് അന്നേരം നല്ല സമയം അല്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ദേവന്മാരെ. ആ സമയം മഹാബലി അസുരന്മാരെ ആശ്വസിപ്പിച്ചു പറഞ്ഞു, ഈ നിൽക്കുന്നത് കാലസ്വരൂപനാണ്. ഭഗവാനെ കാണിച്ചിട്ട് പറഞ്ഞു, വിഷ്ണുവിനെ നോക്കിയിട്ട് പറയുന്നു, ഈ നിൽക്കുന്നത് കാലസ്വരൂപനാണ്. ഈ കാലസ്വരൂപൻ്റെ അനുഗ്രഹാശസ് കൊണ്ട് പണ്ട് നമ്മൾ ദേവകളെ ജയിച്ചു. ഇപ്പോൾ കാലരൂപൻ അനുകൂലമല്ല. അത് ഭഗവാൻ നാരായണൻ ഇപ്പോൾ അനുകൂലമല്ല. മുമ്പ് യുദ്ധം ചെയ്തപ്പോൾ ദേവന്മാരെ തോൽപ്പിച്ചിട്ട് അസുരന്മാർ ജയിച്ചാണല്ലോ മഹാബലി ഇവിടെ സ്ഥാനമാനായിട്ട് ഇരുന്നത്. അപ്പോൾ അന്ന് ഈ കാലരൂപൻ അനുകൂലമായിരുന്നു. എന്നാൽ ഇപ്പോൾ അനുകൂലമല്ല. നിങ്ങൾ ഇനി യുദ്ധം ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മഹാബലി അസുരന്മാരോട് പറഞ്ഞു. അങ്ങനെ ബലിയുടെ വാക്ക് കേട്ട അസുരന്മാർ പാതാളത്തിലേക്ക് പോയി. അവരുടെ അധിവാസ സ്ഥാനമാണ് പാതാളം. അപ്പോൾ മഹാബലി പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അത് എന്താ നല്ല സമയം അല്ല എന്ന് പറഞ്ഞ് കൊടുത്തില്ലായിരുന്നെങ്കിലോ യുദ്ധം മുമ്പോട്ട് നിന്നേനെ. അപ്പോൾ മഹാബലി പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അവർ പാതാളത്തിലേക്ക് പോയി. അതാണ് നല്ലത്. നമ്മൾ ഇപ്പം നല്ല സമയം അല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ തന്നെ ക്ഷമിച്ച് പിന്മാറണം. ഇല്ലെങ്കിൽ ജയം വരത്തില്ല, തോൽവിയായി പോകും. ഇത് നമുക്കൊരു പാഠമാണ്. മഹാബലി മനസ്സിലാക്കിയിട്ടാണതങ്ങനെ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്താൽ ശരിയാകത്തില്ല. കാലസ്വരൂപൻ നമുക്കിപ്പോൾ അനുകൂലമല്ല.
അതായത് ശനിദേവൻ എന്ന് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. ദിനമണിയും പുത്രൻ, അതായത് ആദിത്യ ഭഗവാന്റെ പുത്രനാ ശനി. ഈ ശനിയാണ് കൂടെ കൂടെ നന്മയും തിന്മയും നമുക്ക് തരുന്നത്. ഏഴരണ്ട ശനി വരുമ്പോൾ അതിഭയങ്കരമായ ദോഷങ്ങളുണ്ട്. ഇതൊക്കെ അറിയാതെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടും. അറിയുന്ന ജ്യോത്സ്യന്മാർക്കൊക്കെ അറിയാം, ഇന്ന നാളുകാർക്ക് ഇന്ന സമയം ദോഷമാണ്, ഇന്ന സമയം വരുമ്പം ദോഷം മാറും. ഇതൊക്കെ നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മളൂടെ മനസ്സിലാക്കണം. നമുക്ക് ദോഷ സമയം വരുമ്പോൾ ചിന്തിക്കാതെ എടുത്ത് ചാടരുത്. നമ്മൾ ചിന്തിക്കണം, എന്താ ഇപ്പം നല്ല സമയം അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ദുരിതങ്ങളും വിഷമങ്ങളും. അത് ഈശ്വരന് പോലും ഉണ്ട്. അപ്പം നമ്മൾ ക്ഷമിച്ച് ഈശ്വരനെ അത്രത്തോളം നമ്മൾ മുറുകെ പിടിക്കണം. അതിനാണ് ഇത് തരുന്നത്. ദൈവമാണ് ഇത് വച്ചേക്കുന്നത്, ഈ ശനിദോഷം. അപ്പോൾ എന്ത് വരണം? അപ്പോൾ നമ്മൾ 30 വർഷം കൂടുമ്പോൾ നമുക്ക് 17.5 വർഷവും പന്നലാണ്, നല്ല സമയമല്ല. ഇടയ്ക്കിടയ്ക്ക് അല്പം നന്മയുണ്ട്, അത് 12.5 വർഷമുള്ളൂ. അപ്പം 30 വർഷം കൂടുമ്പം ഏഴണ്ട ശനി വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ കണ്ടകശനിയും വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് ആ സമയത്തിന് നമുക്ക് അറിയാമായതുകൊണ്ട് എന്നും നിത്യേന ഭഗവാനെ പ്രാർത്ഥിക്കണം. എന്നും കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കൂ. അപ്പോൾ വലിയ വലിയ ദോഷങ്ങളൊക്കെ വരുമ്പോൾ ഭഗവാൻ അവിടെ താങ്ങി നിർത്തും നമ്മളെ. അതിനാണ് നമ്മളിത് വായിച്ച് പഠിക്കുന്നത്. നമുക്ക് 9ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 9. പാശൈർബദ്ധം പതകപതിനാദൈത്യ ഉച്ചർ അവാദി താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധനി പ്രണയ ഭഗവൻ ഇത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയം ഉപഗതോ മാനയൻ അസ്തവീൽ ത്വാം. പാശൈർബദ്ധം പതകപതിനാദൈത്യ ഉച്ചൈർ അവാദി താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധനി പ്രണയ ഭഗവൻ ഇത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയം ഉപഗതോ മാനയൻ അസ്തവീൽ ത്വാം. ഈ ശ്ലോകത്തിൽ അങ്ങനെ അവർ പാതാളത്തിലേക്ക് അസുരന്മാരെ മഹാബലി പറഞ്ഞു വിട്ടല്ലോ. ആ സമയം ഭഗവാന്റെ അഭിപ്രായ പ്രകാരം, അതായത് നാരായണനായ മഹാവിഷ്ണുവിൻ്റെ അഭിപ്രായ പ്രകാരം പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ, അതായത് ഭഗവാന്റെ വാഹനമാണല്ലോ ഗരുഡൻ, വൈകുണ്ഠവാസ മഹാവിഷ്ണുവിൻ്റെ. അപ്പോൾ ഗരുഡൻ വരുണപാശം കൊണ്ട് ബലിയെ ബന്ധിച്ച് ബന്ധനസ്ഥനാക്കി. എന്തിനാ? ഭഗവാൻ ബലിയോട് ചോദിച്ചു, 3ാമത്തെ അടി എന്നുവെച്ചാൽ 3 അടിയെന്നല്ലേ പറഞ്ഞത്, 3 അടി മണ്ണെന്നല്ലേ ചോദിച്ചേക്കുന്നത്, 2 അടിയേ അളന്നുള്ളു. അപ്പോൾ 3ാമത്തെ അടി എവിടെ? കാട്ടിത്തരൂ എന്ന് ഭഗവാൻ, അതായത് വടുരൂപിയായ ഭഗവാൻ ബലിയോട് ചോദിച്ചു. ആ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ വരുണപാശം കൊണ്ട് ബലിയെ ബന്ധനസ്ഥനാക്കി. എന്നിട്ട് വേണമല്ലോ, ഇതൊക്കെ വേണമല്ലോ അവിടെ, കാരണം കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാൻ ബാക്കിയോടെ വേണമല്ലോ. അപ്പോൾ ഭഗവാൻ ബലിയോട് ചോദിച്ചു, 3ാമത്തെ അടി എവിടെ? കാട്ടിത്തരൂ, നീ ലോകനാഥനല്ലേ. കാരണം മുമ്പ് 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞായിരുന്നല്ലോ, 3 അടി മണ്ണ് കൊണ്ട് എന്ത് പറ്റും, കഷ്ടം, നീ ഒരു വിഡ്ഢി തന്നെ, എല്ലാം തരാമെന്ന് അങ്ങോട്ട് പറയുന്നത് പോലെ ഇച്ചിരി അഹങ്കാരം കൂടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ എടുത്ത് ചോദിക്കുന്നത്, നീ ലോകനാഥനല്ലേ. അദ്ദേഹം അന്ന് ഈ ത്രിലോകത്തിൻ്റെ നാഥനായ എന്നോട് 3 അടി മണ്ണോ യാചിക്കുന്നത്, അതുകൊണ്ട് എന്ത് പറ്റും, കഷ്ടം ഒരു വിഡ്ഢി എന്നാണ് മുമ്പ് നമ്മൾ വായിച്ചത് ഇന്നലത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ചോദിക്കുന്നു, എവിടെ 3ാമത്തെ അടി, ഇനി എവിടെ കാല് വെക്കും, കാട്ടിത്തരൂ. അപ്പോൾ നീ ലോകനാഥനല്ലേ, ഞാൻ താങ്കളുടെ മുമ്പിൽ വച്ച് ലോകം മുഴുവനും 2 അടിയായി എടുത്തില്ലേ. അപ്പോൾ ബലിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഭഗവാൻ 2 അടി കൊണ്ട് ലോകം മുഴുവനും അളന്നെടുത്തു. ഇനി 3ാമത്തെ അടി എവിടെ? 3 അടി തരാമെന്ന് പറഞ്ഞല്ലേ ഉദകം തന്നത്. ഈ ജലം കയ്യിൽ കൊടുക്കും, 3 അടി ഇഷ്ടമുള്ള സ്ഥാനത്ത് എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് സമർപ്പിക്കും. അങ്ങനെ ഉദകം തന്നത് നീ 3 അടി തരാമെന്ന് പറഞ്ഞല്ലേ. 3ാം അടി തന്നില്ലെങ്കിൽ സത്യവിരോധം വരികില്ലേ. അപ്പോൾ 3ാമത്തെ അടി അളന്ന് കൊടുത്തില്ലെങ്കിൽ പറഞ്ഞ വാക്കിന് സത്യവിരോധം വരികില്ലേ. അപ്പോൾ മഹാബലി വിനീതനായി പറഞ്ഞു. ഇത്രയെല്ലാം ഭഗവാൻ വടുരൂപി ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ മഹാബലി അപ്പോൾ വിനീതനായി പറഞ്ഞു, ഭഗവാനീ, അങ്ങ് കാരുണ്യവാനാണ്. അവിടുന്ന് ദയവായി 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വച്ച് എന്നാൽ ഉക്തമായ സത്യം രക്ഷിക്കണം. ഇദ്ദേഹം എന്നാൽ ഉക്തമായ എന്നുള്ള 3 അടി കൊടുക്കാമെന്ന് പറഞ്ഞ വാക്ക്, ആ സത്യം രക്ഷിക്കണം. കാരണം അവിടെ പറഞ്ഞ വാക്കിനൊരു വില വേണമല്ലേ. അതുകൊണ്ട് എന്നെ രക്ഷിക്കണം ഭഗവാനെ. വിനീതനായി പറയും, അതിന്
അത് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന് തല കാണിച്ചു കൊടുത്തു അവിടെ. അപ്പോൾ ആ 3 അടിയും കൊടുക്കാമെന്ന് പറഞ്ഞത് വാക്കാകുമല്ലോ. അതുകൊണ്ട് ഭഗവാനേ, അങ്ങ് കാരുണ്യവാനാണ്. അവിടുന്ന് ദയവായി 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വച്ച് എന്നാൽ ഉക്തമായ സത്യം സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ സത്യത്തിന് വിലയില്ലാതാകുമല്ലോ. മഹാബലിയുടെ ഭക്തിപൂർവമുള്ള വിനയാന്വിതമായ മറുപടി കേട്ട് ദയാലുവായ ആ ഭക്തപ്രിയൻ ആ ഭക്തനെ മാനിച്ചു. അപ്പോൾ ആ നന്നായി വിനയാന്വിതനായി ഭഗവാനോട് അത്രയും അപേക്ഷിച്ച് പറഞ്ഞു ഈ മഹാബലി. അപ്പോൾ ഭഗവാനും ഭക്തപ്രിയനെ ആ ഭക്തനെ മാനിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? ഭഗവാൻ എന്തിനാ ആ ഭക്തനെ മാനിച്ചത്? നമുക്ക് ഓരോരുത്തരും ചിന്തിക്കാം, നമുക്കും ഭക്തിയും വിനയവും ഉണ്ടോ? ഭഗവാൻ എല്ലാവരെയും മാനിക്കും. ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാൻ നമ്മുടെ ദാസനാകും. നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട്. കൃഷ്ണൻ്റെ അവിടെ അതായത് ഗോപസ്ത്രീകളുടെ എന്ത് ഭക്തനെ അത്രമാത്രം ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ ദാസനാകുന്ന അതാ ഭഗവാൻ നാരായണൻ അവിടെ ഭക്തനെ അപ്പോൾ മാനിച്ചു. വിനയം, ഭക്തി, സ്നേഹം, വിശ്വാസം, ഇതൊക്കെയാണ് ഭഗവാൻ ഇഷ്ടം. അപ്പോൾ ആ ഭക്തപ്രിയൻ, അതായത് ഭക്തൻ്റെ പ്രിയനാരാ? ഭഗവാൻ. അപ്പോൾ ആ ഭക്തപ്രിയനായ ഭഗവാൻ ആ ഭക്തനെ, അതായത് ബലിയെ മാനിച്ചു. അപ്പോൾ ബലിയുടെ മുത്തച്ഛനായ ഭക്തപ്രഹ്ലാദൻ, അത് ഇതിനേക്കാൾ ഉപരി ഭക്തനാണ്. അതിന് ഒരു കുറ്റവും ഉള്ളതല്ല. ഇത് തന്നെ മഹാബലിക്ക് അല്പം അഹങ്കാരം ഉള്ളിലുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നല്ലതാ. പക്ഷെ അത് പാറ്റാനാ ഭഗവാൻ അത് ചെയ്തത്. അപ്പോൾ ബലിയുടെ മുത്തച്ഛനായ ഭക്തപ്രഹ്ലാദൻ അവിടെ ആഗതനായി അവിടേക്ക് വന്നു. ഭഗവാന്റെ ഭക്തവാത്സല്യം കണ്ട് സ്തുതിച്ചു നിന്നു. കാരണം ഇത്രയും വിനയാന്വിതനായി ഈ മഹാബലി പറഞ്ഞപ്പോൾ ഭഗവാന് ആ ഭക്തനോടുണ്ടായ വാത്സല്യവും ആ അനുകമ്പയും എല്ലാം കൂടെ കണ്ടപ്പോൾ ഭക്തപ്രഹ്ലാദന് എത്രമാത്രം ആനന്ദം! ആ ഭഗവാന്റെ വാത്സല്യം കണ്ട് സ്തുതിച്ചു നിന്നു. അത്ര സന്തോഷമായി ആ പ്രഹ്ലാദനും. അങ്ങനെ ഒരു ഭക്തന്മാർക്ക് വേണ്ടി ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു അതിന് പറയുന്ന ഒരു ത്രില്ലാണ്. എന്തും ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിനി 10ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 10. ദർപ്പോച്ചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യേർ ലോകസ്തസ്തു ത്രിവിധ വിജയീ വാസവത്വം ച പശ്ചാൽ മത്സായൂജ്യം ഭജ ച പുനർ ഇത്യന്വഗൃഹണാ ബലിം തം വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ. ദർപ്പോച്ചിത്തൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യേർ ലോകസ്തസ്തു ത്രിവിധ വിജയീ വാസവത്വം ച പശ്ചാൽ മത്സായൂജ്യം ഭജ ച പുനർ ഇത്യന്വഗൃഹണാ ബലിം തം വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ. ഭഗവാൻ ആ അസുരാധിപതിനോട് പറഞ്ഞു, മഹാബലിയോട് പറഞ്ഞു, ഞാൻ ഈ ചെയ്തതെല്ലാം നിന്റെ അഹങ്കാരം ശമിപ്പിക്കുവാനാണ്. നീ പുണ്യവാനാണ്, ഭക്തനാണ്. എന്നാൽ അഹങ്കാരം അതിനെല്ലാം തടസ്സം സൃഷ്ടിച്ചു. ആ അഹങ്കാരം നശിപ്പിക്കാനാണ് നിന്നെ ബന്ധിച്ചതും നിന്റെ ഐശ്വര്യം ഹരിച്ചതും. ഐശ്വര്യം ഈ ലോകം മൊത്തം അദ്ദേഹത്തിൻ്റെ ആണെന്നുള്ള ഐശ്വര്യം വന്നപ്പോൾ അതിന് അഹങ്കാരം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ അഹങ്കാരം ഉണ്ടായാൽ ഇങ്ങനെ വരും. ഇല്ലെങ്കിൽ ഒന്നും ഭയക്കണ്ട. കാരണം ഒരുപാട് ഭക്തന്മാർക്ക്, അഹങ്കാരമില്ലാത്ത ഭക്തന്മാർക്ക് ഉള്ള ഐശ്വര്യത്തിൽ കൂടുതൽ കൊടുക്കുന്ന ഭഗവാനാണ്. എന്താ, എത്ര കൂടുതൽ കൊടുത്താലും അഹങ്കാരം ഇല്ലാത്ത ഭക്തന്. അതേസമയം ഐശ്വര്യം ഉള്ളതനുസരിച്ച് അഹങ്കാരം വർദ്ധിക്കുന്നെങ്കിൽ അവിടെ ഭഗവാൻ താഴ്ത്തും. അതിനെ ആ ഐശ്വര്യത്തെ നശിപ്പിച്ച് കളയും. അത് ഭഗവാന് അങ്ങനെ ചെയ്യേണ്ട കടമയുണ്ട്. ഒരു ഭക്തനെ നേർവഴിക്ക് നടത്തണം. ആ ഉള്ളിൽ അല്പം പോലും അഹങ്കാരം, കറ പാടില്ല, അഴുക്ക് പാടില്ല. ഇതെല്ലാം അഴുക്കാണ്, പാപമാണ് ഇങ്ങനെയുള്ളതെല്ലാം. അതുകൊണ്ട് ഭഗവാൻ ആ ഐശ്വര്യം ഹരിച്ചത് അതുകൊണ്ടാണ്. ഐശ്വര്യം കൊണ്ടാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. ഞാൻ അനുഗ്രഹിക്കാൻ കാലമാകുമ്പോൾ അഹങ്കാരം ശമിച്ചിരിക്കണം. ഭഗവാൻ ഇനി അനുഗ്രഹിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ബലിയുടെ അഹങ്കാരമെല്ലാം ശമിച്ചിരിക്കണം. ഇപ്പോൾ നീ ചെയ്ത പുണ്യഫലത്തിനാൽ സിദ്ധികളെല്ലാം കൈവന്നിരിക്കുന്നു. ഇനി നിനക്ക് സ്വർഗത്തിനേക്കാൾ മേന്മയേറിയ ലോകം കൈവരട്ടെ. അങ്ങനെ ഭഗവാൻ അനുഗ്രഹമായിട്ട് പറയുക, ലോകം
മേന്മയേറിയ ലോകം കൈവരട്ടെ. പിന്നെ നീ ഇന്ദ്രപദവിക്കും അർഹനാകട്ടെ. അവസാനം സായുജ്യം ലഭിക്കട്ടെ എന്നും അനുഗ്രഹിച്ചു. പിന്നീട് ബ്രാഹ്മണരെ കൊണ്ട് ആ യാഗം പൂർത്തീകരിച്ച് അവിടുന്ന്, അപ്പോൾ ഇത്രയെല്ലാം ചെയ്ത ഭഗവാനെ അവിടുന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു, എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയെല്ലാം ഭഗവാനെ ഈ ഭട്ടതിരിപ്പാട് വർണ്ണിച്ച് ഇങ്ങനെയൊക്കെ ആകുന്ന ഭഗവാനെ എന്നെ രക്ഷിക്കണമേ. ഇവിടെ സാധാരണ രാജാക്കന്മാരും മഹർഷിമാരും യാഗം നടത്തുന്നത് ലോക നന്മയ്ക്കും പ്രജാക്ഷേമത്തിനുമാണ്. യാഗം അപൂർണമായാൽ വിപത്തുകൾ സംഭവിക്കും. ഇവിടെ ആ യാഗം പൂർത്തീകരിക്കണം. അവിടെ സമീപത്ത് ചെന്നത് ആ യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ വടു ചെന്നത്. അപ്പോൾ അത് മുടങ്ങാതെ ഇവിടെ മഹാബലി തുടങ്ങിയ വച്ച യാഗം പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് ഐശ്വര്യാദികൾ ഭഗവാൻ ഹരിച്ചത്. ആ യാഗം പൂർത്തീകരിക്കുന്നത് ലോക നന്മയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണരെ കൊണ്ട് ബലി തുടങ്ങി വെച്ച യാഗം പൂർത്തീകരിച്ചത്. അതിൻ്റെ ഫലമായി ആ അസുരൻ യാഗഫലത്തിന് അർഹനായി. എട്ടാമത്തെ മനുവായ സാവർണി മനുവിൻ്റെ കാലത്ത് ഇന്ദ്രപദം ലഭിക്കുമെന്നും അതുവരെ സുതലത്തിൽ പോയി സുഖമായി വാഴണമെന്നും ഭഗവാൻ അറിയിച്ച് ബലിയെ അയച്ചു. ഇതാണ് ഇനി ആ സാവർണി മനുവിൻ്റെ കാലത്ത് ഇദ്ദേഹം ഇന്ദ്രനായി മാറും. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.